ഇടുക്കിയിൽ 4 ഇടങ്ങളിൽ കാട്ടാന ആക്രമണം. ചിന്നക്കനാൽ സിങ്കുകണ്ടത്ത് ചക്കക്കൊമ്പൻ വീട് ആക്രമിച്ചു. ദേവികുളം മിഡിൽ ഡിവിഷനിൽ എത്തിയ പടയപ്പ കൃഷി നശിപ്പിച്ചു. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം കട തകർത്തു. നേര്യമംഗലം 6-ാം മൈലിലും കുണ്ടള ഡാം പരിസരത്തും കാട്ടാനക്കൂട്ടമെത്തി. കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഗ്ലാസിന്റെ എന്തോ സൗണ്ട് കേട്ടു. എന്തോ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതിന്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആന ഇവിടെ ഇടിച്ച് തള്ളി. ഞാൻ ഈ ഡോറ് തുറന്നപ്പോഴത്തേക്കും അവൻ ആ സൈഡ് അന്നേരത്തേക്കും താഴെ ആന ഇറങ്ങി. ഈ ഒരാഴ്ചയായിട്ട് നിരന്തര ശല്യമാണ് ഇവിടെ. ഡെയിലി ഈ റൂട്ടാണ് സഞ്ചാര റൂട്ട്. എവിടെയാ തിന്നെ സിജോ വർഗീസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സിജോ, ഇടുക്കിയെ സംബന്ധിച്ച് ഈ കാട്ടാനകളുടെ ആക്രമണം അതൊരു നിരന്തര ശല്യമായിട്ട് എങ്ങനെ പരിഹരിക്കപ്പെടാത്ത ശല്യമായിട്ട് എങ്ങനെ നിലനിൽക്കുകയാണ്? ഇന്നിപ്പോൾ നോക്കുകയാണെങ്കിൽ 4 ഇടത്താണ് കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ആക്രമണങ്ങളൊക്കെ നടന്നത്? എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഫരിഷ, മുമ്പൊക്കെ നമ്മൾ പറയുമായിരുന്നു അതിരൂക്ഷമായ കാട്ടാന ശല്യം എന്നുള്ളത്. പക്ഷേ അത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ വെളിവാക്കുന്ന രീതിയിലാണ് കാട്ടാന ശല്യം റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. കാരണം വളരെ രൂക്ഷമായ കാട്ടാന ശല്യമാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ചിന്നക്കനാൽ സിങ്കുകണ്ടത്താണ് ആദ്യം കാട്ടാന ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. ചിന്നക്കനാൽ സിങ്കുകണ്ടത്ത് കോരുമാക്കൽ മനോജിൻ്റെ വീടിന് നേരെയാണ് ചക്കക്കൊമ്പൻ്റെ ആക്രമണം ഉണ്ടാകുന്നത്. ചക്കക്കൊമ്പൻ പുലർച്ചെ 4 മണിക്കാണ് ഈ വീടിന് സമീപത്തേക്ക് എത്തിയത്. വീടിന് സമീപത്ത് എത്തിയ ശേഷം അതിൻ്റെ വീടിൻ്റെ ഭിത്തി തകർക്കാൻ ശ്രമിച്ചു. അതിനുശേഷം പിന്നീട് ആന പിൻവലിയുകയായിരുന്നു. ഈ സിങ്കുകണ്ടത്ത് ഒരു ചെറിയ സിറ്റി ഉണ്ട്. ആ സിറ്റിയോട് ചേർന്ന് തന്നെയുള്ള വീടാണ് ഈ വീട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. വീട്ടിനുള്ളിൽ ആളുകളും ഉണ്ടായിരുന്നു. മനോജും കുടുംബവും എല്ലാം വീട്ടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രദേശത്തെ ഏറ്റവും ആശങ്ക, ഭീതി എല്ലാം ഉളവാക്കുന്ന കാര്യം അതുതന്നെയാണ്. രാത്രിയിലും പകലൊന്നും വീട്ടിൽ കഴിയാൻ പറ്റാത്തൊരവസ്ഥ. ഈ വെളുപ്പാങ്കാലത്തൊക്കെ ആളുകൾ കിടന്ന് ഉറങ്ങുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് ആന ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അരിക്കൊമ്പനും ഇത്തരം സമാനമായ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അരിക്കൊമ്പനെ പിടിച്ചു മാറ്റിയതിനു ശേഷം കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് കരുതിയെങ്കിലും പക്ഷേ അരിക്കൊമ്പൻ്റെ ആ ഒരു ദൗത്യം ചക്കക്കൊമ്പൻ ഏറ്റെടുത്തു എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. കാരണം ഈ തുടർച്ചയായി ജനവാസ മേഖലയിൽ ആന എത്തുന്നുണ്ട്. ചിന്നക്കനാൽ 301 കോളനി, സിങ്കുകണ്ടം, BL റാവ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ ചക്കക്കൊമ്പൻ്റെ സാന്നിധ്യമുണ്ട്. കടകൾ നശിപ്പിക്കുന്നുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങി കൃഷിയും നശിപ്പിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ആ മേഖലയിലുള്ളത്. മറ്റൊന്ന് പടയപ്പയാണ്. പടയപ്പ ശാന്ത സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് പിൻവലിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദേവികുളം മിഡിൽ ഡിവിഷനിലാണ് ഈ പടയപ്പ എത്തിയത്. രാത്രി ജനവാസ മേഖലയിൽ എത്തിയ പടയപ്പ ലേഖങ്ങൾക്ക് സമീപം തമ്പടിക്കുകയും അവർ നട്ടുവെച്ച് പരിപാലിച്ചു പോന്നിരുന്ന കൃഷികളെല്ലാം നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വാഴക്കൃഷിയെല്ലാം നശിപ്പിച്ച് ആവശ്യമുള്ള ഭക്ഷണമെല്ലാം അകത്താക്കി പടയപ്പ കാട് കയറുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് കാട്ടാനക്കൂട്ടം എത്തിയത് ഇടമലക്കുടിയിലാണ്. സംസ്ഥാനത്തെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിൽ 7 കാട്ടാനകളാണ് എത്തിയത്. ഈ സൊസൈറ്റി കുടിയിൽ പ്രധാനമായും ഈ ഇടമലക്കുടിയിലെ ആളുകൾ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് സൊസൈറ്റി കുടിയിലെ പലചരക്ക് കടയ്ക്ക് നേരെയാണ് കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകുന്നത്. ഈ ഒരു കടയാണ് ആ പ്രദേശത്ത് ആളുകളെല്ലാം തന്നെ ആശ്രയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. കടയ്ക്കുള്ളിലെ സാധനങ്ങളെല്ലാം വലിച്ചുവാരി പുറത്തിടുകയും കട തകർക്കുകയും ചെയ്തു. പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള കൃഷിനാശവും ഉണ്ടാക്കിയ ആളുകളാണ് ഈ കാട്ടാനക്കൂട്ടത്തെ അവിടെ നിന്ന് ഓടിച്ചത്. മറ്റൊന്ന് കുണ്ടള ഡാം പരിസരത്തും ഒപ്പം തന്നെ നേര്യമംഗലം 6-ാം മൈലിന് സമീപത്തും കാട്ടാനക്കൂട്ടം എത്തി എന്നുള്ളതാണ് ഏറ്റവും മറ്റൊരു പ്രധാന കാര്യം. ഈ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയാണ്. നിരവധി വിനോദസഞ്ചാരികൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ് നേര്യമംഗലം 6-ാം മൈലെല്ലാം. ആ ഭാഗത്ത് കാട്ടാനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കുണ്ടള ഡാമിന്റെ പരിസരത്ത് കാട്ടാനക്കൂട്ടം എത്തി എന്നുള്ളതാണ്. കാട്ടാനക്കൂട്ടത്തെ ആക്രമണം ഉണ്ടായത്. പക്ഷേ